വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെക്ഷനിലേക്ക്, നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും രാവിലെ തന്നെ ഉഷാറാണ്, രാവിലെ തന്നെ പവർ ആണ്, ആക്റ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ദേ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ പഠിക്കാൻ പോവുകയാണ്. കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുവാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ ചില അമ്മായിമാരും അമ്മാവന്മാരും നാട്ടുകാരും വീട്ടുകാരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജോലി വല്ലതും ആയോ മോനെ എന്നൊരു ചോദ്യം. ഈ ജോലി ആവാൻ വേണ്ടിയിട്ടാണ് അമ്മായി അല്ലെങ്കിൽ അമ്മാവ നാട്ടുകാരെ വീട്ടുകാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജോലി വല്ലതും ആയില്ലേ എന്ന് ചോദിക്കുന്ന നാട്ടുകാർക്ക് വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് മുന്നിൽ ഞാൻ പഠിച്ച് ജോലി മേടിക്കും, 2026 എന്ന് പറയുന്നത് എന്റെ വർഷമാണെന്ന് നെഞ്ചും വിരിച്ചു നിന്ന് നമുക്ക് പറയാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ നമ്മുടെ സെക്ഷനിലേക്ക് പോകാം. MCQ സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ എല്ലാവരും ഓടിവായോ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ചേരിരഹിത നഗരമാകാൻ പോകുന്നത് എവിടെയാണ് എന്നാണ്. ചേരിരഹിത നഗരമാകാൻ ഒരുങ്ങുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് വേറെങ്ങുമല്ല, സൂറത്താണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സൂറത്താണെന്ന് ഓർത്ത് വെച്ചേക്ക. ചേരിരഹിത നഗരമായി കഴിഞ്ഞാൽ അവിടെ വളരെ സുന്ദരമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. രാജ്യത്തെ ആദ്യത്തെ ചേരിരഹിത നഗരമാകാൻ ഒരുങ്ങുന്നത് വേറെ എവിടെയുമല്ല, അത് സൂറത്താണെന്ന് പഠിച്ചു വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2025 ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ മാസമാണ്. 2025 ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് ഏത് മാസമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വരിഞ്ഞു മുറുകിയ ഒരു മാസമുണ്ട്. അത് ഏത് മാസമാണ്? അത് ഫെബ്രുവരി മാസമാണ്. നമ്മളെ അങ്ങ് വരിഞ്ഞു മുറുകിയ, നമുക്ക് അത്രയും ചൂട് അനുഭവപ്പെട്ട് നമ്മളെ അങ്ങ് വരിഞ്ഞു മുറുകിയ മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത്. സോ 2025 ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ മാസം ഏതാണ്? അത് ഫെബ്രുവരി ആണെന്ന് പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുടുംബശ്രീയുടെ ചിക്കൻ സ്നാക്കുകൾ ലഭ്യമാക്കുന്ന സേവനങ്ങൾ സ്നാക്സ് ബാർ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണെന്നാണ്. അതെവിടെയാണ്? വട്ടിയൂർക്കാവാണ് അല്ലെ. കുടുംബശ്രീയുടെ ചിക്കൻ സ്നാക്കുകൾ ലഭ്യമാക്കുന്ന സേവനങ്ങൾ സ്നാക്സ് ബാർ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എവിടെയാണ്? വട്ടിയൂർക്കാവിലാണ്. നമ്മുടെ വീട്ടിലൊക്കെ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടി നമ്മൾ വടിച്ചെടുക്കും അല്ലെ. ഇന്ന് ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ആ ചട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ആ ചട്ടി മുഴുവൻ നമ്മൾ വടിച്ചിങ്ങെടുക്കും. അപ്പൊ വട്ടിയൂർക്കാവാണെന്ന് ഓർത്ത് വെക്കാലോ. ഈ കുടുംബശ്രീയുടെ പദ്ധതികളൊക്കെ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പദ്ധതികളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തതിലേക്ക് നമുക്ക് വരാം. കിടപ്പു രോഗികളുടെ പരിചരണത്തിനായി ആവിഷ്കരിച്ച K4 കെയർ പദ്ധതിക്ക് പുറമെ കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹിക അധിഷ്ഠിത പരിചരണ സേവകരുടെ സേന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിടപ്പു രോഗികളുടെ പരിചരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? K4 കെയർ എന്ന് പറയുന്ന പദ്ധതി. K4 കെയർ എന്ന് പറയുന്നത് കിടപ്പു രോഗികളുടെ പരിചരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനു പുറമെ കുടുംബശ്രീ രൂപീകരിച്ച സാമൂഹിക അടിസ്ഥാന പരിചരണ സേവകരുടെ സേനയാണ് എന്തെന്ന് പറയുന്നത്? സാന്ത്വനമിത്രം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? സാന്ത്വനമിത്രം എന്ന് പറയുന്നതാണ്. അപ്പൊ കുടുംബശ്രീക്കാരും ഒരു സാന്ത്വനം കൊടുക്കുന്നു അല്ലെ. ആർക്ക് സാന്ത്വനം കൊടുക്കുന്നു? നമ്മുടെ കിടപ്പു രോഗികൾക്ക് എന്ത് കൊടുക്കുന്നു? സാന്ത്വനം കൊടുക്കുന്നു എന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ അതും കിട്ടി. സാന്ത്വനമിത്രം എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നതെങ്കിൽ അടുത്തതിലേക്ക് വരാൻ നമുക്ക്. അടുത്തിടെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ആദ്യമായി ടെസ്ലയെ മറികടന്നുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിയത് ആരാന്നാണ്? ടെസ്ല ആരുടെയാണെന്ന് നമുക്കറിയാലേ. എലോൺ മസ്കിന്റെയാണ് ടെസ്ല എന്ന് പറയുന്നത്. ഈ ടെസ്ലയെ മറികടന്നുകൊണ്ട് ചൈനീസ് ഒരു കമ്പനി ഫ്രണ്ടിലോട്ട് കയറി വന്നിരിക്കുകയാണ്. ടെസ്ലയെ അങ്ങ് വെട്ടി എന്ന് ഓർത്താൽ മതി. ഏതാണ്? അടുത്തിടെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ആദ്യമായി ടെസ്ലയെ മറികടന്നുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിയത് ആരാണെന്നാണ്. അത് BYD ആണ് കേട്ടോ. BYD എന്താണ്? നമ്മുടെ ടെസ്ലയെ അങ്ങ് വെട്ടി മുന്നിലേക്ക് വന്നു, സ്വന്തമായി വഴിവെട്ടി വന്നവനാണെന്ന് ഓർത്താൽ മതി. BYD എന്ന് പറയുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ്. അടുത്തിടെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിലാണ് ടെസ്ലയെ വെട്ടിക്കൊണ്ട് ആര് വന്നു 1ാം സ്ഥാനത്തേക്ക്? BYD കടന്നു വന്നിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡൽഹി പോലീസ് കാണാതായവരെ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കുന്ന
ഓപ്പറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് ഓപ്പറേഷന്റെ പേരെന്ന് പറയുന്നത്? കാണാതായവരെ എന്താ ചെയ്യേണ്ടത്? തപ്പി നോക്കണം അല്ലെ? കാണാതായവരെ തപ്പി നോക്കണം. അപ്പൊ ഓപ്പറേഷൻ മിലാപ്പ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഡൽഹി പോലീസ് കാണാതായവരെ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കുന്ന ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ മിലാപ്പ് എന്ന് പറയുന്നതാണ്. കാണാതായവരെയൊക്കെ തപ്പി നോക്കണം എന്ന് ഓർത്താ മതി. ഓപ്പറേഷൻ മിലാപ്പ് എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്കണം കേട്ടോ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഏറ്റവും MCQ ടൈപ്പിലെ ലാസ്റ്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശിലെ ഗ്രാമം ഏതാണെന്നാണ്. കാരണം എന്താണ്? ജാനുവരി 1, 2026 പുതുവർഷം പുതുദിനത്തിൽ ആദ്യം സൂര്യനെ കണ്ട ഇന്ത്യക്കാർ ഏതാണ്? ഈ ഗ്രാമത്തിലുള്ള ആളുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ കറണ്ട് അഫേഴ്സിലേക്ക് ഈ ഒരു ഗ്രാമം കടന്നു വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശിലെ ഗ്രാമമാണ് ഏതെന്ന് പറയുന്നത്? ഡോങ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഡോങ് എന്ന് പറയുന്നതാണ്. സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോകാം? ഫാക്റ്റുകളിലേക്ക് പോകാം അല്ലെ? നമ്മുടെ MCQ കോഡും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാ MCQവും നമ്മൾ കണക്ട് ചെയ്തത് പഠിച്ചിരിക്കുകയാണ് വളരെ ഉഷാറായിട്ട്. ഇനി നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? നമ്മുടെ ഫാക്റ്റുകളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. സോ ആദ്യത്തെ ഫാക്റ്റിലേക്ക് നമ്മൾ പോകാം. ആദ്യത്തെ ഫാക്ട് ഇതാ നോക്കിക്കോ. ഹരിവരാസന അവാർഡ് 2026 ഹരിവരാസന അവാർഡ് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? നാദസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിനാണ് ലഭിച്ചിട്ടുള്ളത്. ആർക്കാണ്? തിരുവിഴ ജയശങ്കറിനാണ്. അദ്ദേഹം നാദസ്വര വിദഗ്ധനാണെന്ന് ഓർത്ത് വെച്ചേക്കാം. നാദസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിനാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? 2026 എന്ത്? ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് വെച്ച് എന്ത് നൽകും? പുരസ്കാരം നൽകും അല്ലെ? അപ്പൊ നമുക്ക് 2025 കിട്ടിയത് ആർക്കായിരുന്നു? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് അല്ലെ? നമ്മൾ പഠിച്ചതാണ് 2025. ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ എക്സാമിന് നമ്മളോട് എന്തായിരിക്കും ചോദ്യം വരുന്നത്? 2025 കിട്ടിയ വ്യക്തിയെ കുറിച്ചായിരിക്കും. 2025 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണെങ്കിൽ 2024 ആർക്കായിരുന്നു? 2024 വീരമണിദാസിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2023 ആർക്കാണ് കിട്ടിയത്? അത് ശ്രീകുമാരൻ തമ്പിക്കുമാണ് കിട്ടിയത്. കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചോ. 2026 തിരുവിഴ ജയശങ്കറിനാണ് ഇപ്പൊ നിലവിലെ ഹരിവരാസന പുരസ്കാരം അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2026 ആർക്കാണ് കിട്ടാൻ പോകുന്നത്? അത് തിരുവിഴ ജയശങ്കറിനാണ്. തിരുവിഴ ജയശങ്കർ എന്ന് പറയുന്നത് ആരാണ്? ഒരു നാദസ്വര വിദ്വാനാണെന്ന് ഓർത്ത് വെച്ചേക്ക. തിരുവിഴ ജയശങ്കറിനാണ് ഹരിവരാസന പുരസ്കാരം 2026. ഇനി 2025 ആർക്കാണ് കിട്ടിയത്? അത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണെങ്കിൽ 2024 വീരമണിദാസിനായിരുന്നു. അതുപോലെ തന്നെ 2023 ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. നമ്മൾ കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? നമ്മുടെ അയ്യപ്പൻ അല്ലെ? അയ്യപ്പന് ഹരിവരാസനം എങ്ങനെയാണ്? കുമാരന്മാര് വീരമണി കണ്ഠന് നമ്പൂതിരിയുടെ എന്താണ്? നമ്പൂതിരിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹരിവരാസനം പാടിക്കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെ ശ്രീകുമാരൻ തമ്പി കണക്ട് ചെയ്യണം, നമ്മുടെ എന്താണ് വീരമണിദാസ് കണക്ട് ചെയ്യണം, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ അവസാനം ഇതാർക്കാണ്? 2026 ഇപ്പോ ഹരിവരാസന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് തിരുവിഴ ജയശങ്കറിനാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. അടുത്തതിലേക്ക് പോവാൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് MLA സ്ഥാനം, ക്രിമിനൽ കേസിൽപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന ആന്റണി രാജുവിലേക്കാണ് വരുന്നത്. ഈ വ്യക്തിനെ നമുക്കറിയാം. എന്താണ് പുള്ളിയുടെ പേര്? ആന്റണി രാജു എന്ന് പറയുന്നതാണ്. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമായിട്ടുള്ള വ്യക്തിയാണ് ആന്റണി രാജു എന്ന് പറയുന്നത്. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അത് നമ്മുടെ ആന്റണി രാജു എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം കേട്ടോ. ആന്റണി രാജു ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആന്റണി രാജു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ടി മുതലിൽ ഏണി പിടിച്ചു എന്ന് ഓർത്താൽ മതി. ഒരു തൊണ്ടി മുതലിൽ ഏണി പിടിച്ചു ആണ് ആന്റണി രാജു എവിടെ പോയിരിക്കുന്നത്?
ജയിലിൽ പോയിരിക്കുന്നത്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. 2013 ഇവിടെ സുപ്രീം കോടതിയുടെ ഒരു വിധിയെ പറ്റി നിങ്ങൾ പഠിച്ചു വെക്കണം. 2013 സുപ്രീം കോടതിയുടെ വിധി പ്രകാരം MP-യോ MLA-യോ ആയി 2 വർഷത്തേക്ക്, അതായത് MP-യോ MLA-യോ ആയ ഒരാൾ 2 വർഷത്തേക്ക് അധികം കാലത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ അല്ലെങ്കിൽ അധികം കാലത്തേക്കോ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ്, അയോഗ്യനാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഒരു 6 വർഷത്തോളം എന്താണ്, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനോ ഒന്നും ആർക്ക് പറ്റില്ല, ആന്റണി രാജുവിന് പറ്റില്ല. 2013 സുപ്രീം കോടതി വിധി അനുസരിച്ചാണ്. എന്താണ് ആന്റണി രാജു ചെയ്ത കുറ്റം എന്ന് പറയുന്നത്? നീതിന്യായ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് തെളിവായിട്ടുള്ള തൊണ്ടി മുതൽ അട്ടിമറിച്ച് കുറ്റവാളിക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാണ് ആന്റണി രാജു ചെയ്ത തെറ്റെന്ന് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിന് 3 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പൊ പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും എന്താണ്, ഇനി ഇലക്ഷനൊന്നും മത്സരിക്കാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്ക. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആന്റണി രാജു എന്ന് പറയുന്നത്. തൊണ്ടി മുതലിൽ പുള്ളി ഏണി പിടിച്ചു, പുള്ളി ജയിലിൽ പോയി. ഇതാണ് നമ്മുടെ കോഡെന്ന് പറയുന്നത്. ആന്റണി രാജു പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ പോകാം. അടുത്തത് നമ്മൾ അരുന്ധതി റോയിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം അരുന്ധതി റോയ് നല്ല ശക്തയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് അല്ലെ. എഴുത്തിന്റെ ലോകത്ത് വളരെ ശക്തമായ കൃതികൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു എഴുത്തുകാരിയാണ് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്, അരുന്ധതി റോയ് എന്ന് പറയുന്നത്. 1997 ഏതാണ്, ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന കൃതിയിലൂടെ ഇന്ത്യയിൽ ആദ്യത്തെ വനിതയാണ്, ബുക്കർ സമ്മാനം കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയ്ക്ക് ഇപ്പൊ മറ്റൊരു നേട്ടം കൂടി കൈവന്നിരിക്കുകയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരവും അരുന്ധതി റോയ്, എഴുത്തുകാരിയായിട്ടുള്ള അരുന്ധതി റോയിയെ തേടിയെത്തിയിരിക്കുകയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ ഈ പുരസ്കാരം നൽകുന്നത് ആദ്യമാണ്. അതുകൊണ്ടാണ് പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ആദ്യമായിട്ട് ആർക്ക് ലഭിക്കുന്നത്, അരുന്ധതി റോയ്ക്ക് ലഭിക്കുന്നത്. മലയാറ്റൂരിന്റെ സ്മരണാർത്ഥമാണ് ഇത് കൊടുക്കുന്നത്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം. റോയിയുടെ എന്താണ്, അരുന്ധതി റോയിയുടെ ആ കൃതികളെ എല്ലാം മുൻനിർത്തിക്കൊണ്ട്, സാഹിത്യരംഗത്ത് അരുന്ധതി റോയ് നൽകിയ എല്ലാ സംഭാവനകളെയും മുൻനിർത്തിക്കൊണ്ടാണ് ഈ സമഗ്ര സംഭാവന പുരസ്കാരം നൽകുന്നത്. പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത് ആർക്കാണിപ്പോ, അരുന്ധതി റോയ്ക്കാണ് ലഭിക്കുന്നത്. മാൻ ബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് അരുന്ധതി റോയ് എന്ന് ഓർത്തു വെച്ചേക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു 1997 അല്ലെ. എന്താണ് ബുക്കിന്റെ പേര്, മാൻ ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി, ആദ്യ ഇന്ത്യൻ വനിതയാണെന്ന് പറഞ്ഞു. ആ കൃതി ഏതാണ്, ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ആ കൃതിയാണ് ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അരുന്ധതി റോയിയെ കുറിച്ച് ചോദ്യം വന്നു കഴിഞ്ഞാൽ, കറണ്ട് അഫയേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യമായി വരുന്നത് സാധാരണയാണ്. അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തത് നമ്മൾ എന്തിനെ കുറിച്ചാണ്, ഒരു ക്യാമ്പയിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നത്. ഈ ആരോഗ്യം ആനന്ദം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ക്യാമ്പയിന് മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ് ഈ കറണ്ട് അഫയേഴ്സ്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ അല്ലെ. അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ടത് ഒന്നാണ് ഈ ഒരു ക്യാമ്പയിനും എന്ന് പറയുന്നത്. ഫെബ്രുവരി 4 അല്ലെ. വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 4 2025 ഈ ക്യാൻസർ ഡേയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിന്റെ പേരാണ് നമ്മുടെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്നത്. ദാ ഇവിടെ നോക്കിക്കോ, പുതിയതായി 10 ലക്ഷം പേരെ വ്യായാമത്തിലേക്ക് കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ പുതിയ ക്യാമ്പയിന്റെ പേരാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നത്. എന്താണ് വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നത്? ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നതാണ്. ഓർത്ത് വെച്ചേക്കേട്ട്. ആനന്ദം നമ്മള് നല്ല വെൽത്തി ആയിട്ടിരുന്നാൽ, നല്ല വെല്ലായിട്ടിരുന്നാൽ എന്താണ്, നമുക്ക് ആരോഗ്യം കിട്ടും ആനന്ദവും കിട്ടും എന്ന് ഓർത്താൽ മതി. നല്ല വ്യായാമം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ആനന്ദവും ഒക്കെ കിട്ടും. നമ്മൾ നല്ല വെൽനസ് ആയിട്ടൊക്കെ ഇരിക്കുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. പുതിയതായി 10 ലക്ഷം പേരെ വ്യായാമത്തിലേക്ക് കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ പുതിയ ക്യാമ്പയിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ.
കേട്ടോ. അപ്പൊ എന്ത് പഠിച്ചു വെച്ചേക്കണം? ഫെബ്രുവരി 4 ക്യാൻസർ ഡേ ആണെന്നും 2025 ക്യാൻസർ ഡേയുടെ കേരളത്തിന്റെ ഒരു ക്യാമ്പയിന്റെ പേരും എന്താണ്? ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം, കണക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, കൃത്യമായ ഉറക്കം, ആരോഗ്യ പരിപാലനം എന്നീ കാര്യങ്ങളെ ഊന്നിക്കൊണ്ടുള്ള ക്യാമ്പയിന് മുഖ്യമന്ത്രി എന്താണ്? ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എന്താണ് ആ ക്യാമ്പയിന്റെ പേര്? നമ്മളിപ്പോ പഠിച്ചു, ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കണം. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തത് നമ്മൾ വന്ന് നിൽക്കുന്നത് ആരിലേക്കാണെന്നറിയോ? ഈ പുള്ളിക്കാരത്തിന്റെ പേരറിയോ? ഇവിടെ സൗത്ത് വോൾ എന്നൊക്കെ കാണുന്നുണ്ട്, ആ ബോർഡിൽ എന്താണ് സൗത്ത് വോൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് എന്റെ പേരിനോട് സാമ്യമുള്ള പേരാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതിനു മുന്നേ. കാമ്യ കാർത്തികേയനാണ് കേട്ടോ. എന്റെ പേരിനോട് വളരെ സാമ്യമുള്ളതായതുകൊണ്ട് നിങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത് മറക്കത്തില്ലെന്ന്. അപ്പൊ കാമ്യ കാർത്തികേയനിലേക്കാണ് നമ്മൾ വരുന്നത്. എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അല്ലെ, കാമ്യ. വനിതയാണ് കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കാമ്യ കാർത്തികേയനാണ്. കാമ്യ കാർത്തികേയൻ മറ്റൊരു നേട്ടവും കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ആരാണ്? അതും കാമ്യ കാർത്തികേയനാണ്. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ആര് തന്നെയാണ്? അതും നമ്മുടെ കാമ്യ കാർത്തികേയനാണ്. അതുപോലെ തന്നെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയും ആര് തന്നെയാണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയും നമ്മുടെ കാമ്യ കാർത്തികേയൻ തന്നെയാണ്. 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ ഉണ്ടല്ലേ, ഇത് കീഴടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയും ആര് തന്നെയാണ്? അതും കാമ്യ കാർത്തികേയൻ തന്നെയാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ആരാണ്? എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും കാമ്യ കാർത്തികേയനാണ്. എന്തൊക്കെയാണ് അല്ലെ കാമ്യ കാർത്തികേയൻ ചെയ്തിട്ടുള്ളത്? ഭയങ്കര ഒരു മഹാസംഭവമാണ്, ഒരു പ്രതിഭാസമാണ് കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. അപ്പോ എന്നെ ഒന്ന് മനസ്സിൽ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഇതൊന്ന് പഠിക്കുക. എന്റെ പേരിനോട് സാമ്യമുള്ളതാണ് നമ്മുടെ കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് ആരെന്ന് പറയുന്നത്? കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ആരെന്ന് പറയുന്നത്? കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് ആരെന്ന് പറയുന്നത്? കാമ്യ കാർത്തികേയൻ എന്ന് പറയുന്നത്. എങ്കിൽ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരിയെ പഠിക്കണ്ടേ? ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ ജ്യോതി രാത്രയാണ് കേട്ടോ. ജ്യോതി രാത്രയാണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? ജ്യോതി രാത്രേ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കണം, നമുക്ക് ഇങ്ങനെ പഠിക്കാം അല്ലെ. നല്ല പ്രായമുണ്ട്, പ്രായം ഉള്ളത് കൊണ്ട് എന്താണ്, ഒന്ന് ജ്യോതി കാണാൻ വേണ്ടിയിട്ട് എവറസ്റ്റിൽ കയറിയതാണ്. നല്ല പ്രായം ഉണ്ടായിരുന്നു, പക്ഷെ എന്താണ്, ഒന്ന് ജ്യോതി കാണാൻ വേണ്ടിയിട്ട് എവറസ്റ്റിൽ കയറിയ വനിതയാണ്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് ഓർത്താൽ മതി കേട്ടോ. രാത്രിയാണ് എവറസ്റ്റിലേക്ക് കയറിയത്, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ജ്യോതി രാത്രിയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. രാത്രിയാണ് എവറസ്റ്റിലേക്ക്. എന്ത് കാണാൻ? പ്രായമൊക്കെ ഒരുപാടായി എങ്കിലും എന്താണ്, ജ്യോതി കാണണമെന്ന ആഗ്രഹവുമായിട്ട് രാത്രിയാണ് എങ്ങോട്ടേക്ക് പോയത്? എവറസ്റ്റിലേക്ക് പോയത്. പക്ഷെ ജ്യോതിയും വന്നില്ല, എന്തും വന്നില്ല, തീയും വന്നില്ല കേട്ടോ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം. ജ്യോതി രാത്രയാണ്. ഇനി എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സഫ്രീന ലത്തീഫ് ആണെന്ന് ഓർത്ത് വെക്കുക. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി വനിതയാണ് ആരെന്ന് പറയുന്നത്? സഫ്രീന ലത്തീഫ്. ഇത് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, മലയാളി ആയതുകൊണ്ട് എവറസ്റ്റ് കീഴടക്കാൻ പോയത് ഒരു ലാത്തിയും കൈ പിടിച്ചാണ്. മലയാളി ആയതുകൊണ്ട് എന്താണ്, കുറച്ച് എവറസ്റ്റ് കീഴടക്കാൻ നേരത്തെ എന്താണ്, ഒരു ലാത്തിയും കയ്യിലുണ്ടായിരുന്നു. ഈ ലാത്തിയും പിടിച്ചാണ് എന്തിനു പോയത്? എവറസ്റ്റ് കീഴടക്കാൻ പോയത്. സഫ്രീന ലത്തീഫ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ലത്തീഫിനെ ഓർത്ത് വെച്ചേക്കണം. മലയാളിയാണ്, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് കേട്ടോ. ഓക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. നമ്മൾ കാമ്യ കാർത്തികേയനെയും അതുപോലെ തന്നെ ജ്യോതിയെയും സഫ്രീനേനെ ഒക്കെ പഠിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. അടുത്തത് നമ്മുടെ ലാലേട്ടനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ലാലേട്ടനിലേക്കാണ് നമ്മൾ വന്നത്. അടുത്ത കറണ്ട് അഫേഴ്സുമായിട്ട് ലാലേട്ടൻ എന്താ പറയാറുള്ളത്? സവാരി ഗിരിഗിരി എന്ന് പറയാറുണ്ട് അല്ലെ. ഈ സവാരി ഗിരിഗിരിയിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യണം മോനെ. KSRTCയുടെ ഗുഡ് വീൽ അംബാസിഡർ ആയിട്ട് ആരാണ് വന്നിട്ടുള്ളത്? നമ്മുടെ ലാലേട്ടനാണ് കേട്ടോ.
മോനെ സവാരി ഗിരിഗിരി എന്ന് ലാലേട്ടൻ പറയുന്നത് ഇപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സവാരി ഗിരിഗിരി എന്ന് പറയുന്നത് എന്തുദ്ദേശിച്ചാണ്? KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആയതുകൊണ്ടാണ് എപ്പോഴും ലാലേട്ടൻ എന്ത് പറയുന്നത്? സവാരി ഗിരിഗിരി പറയുന്നത് എന്നോർത്ത് വെച്ചേക്കണം കേട്ടോ. ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ലാലേട്ടനെ കാണാൻ നമ്മൾ എല്ലാരും പറയാറുണ്ട് അല്ലെ? എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ആനച്ചന്താണല്ലേ ലാലേട്ടനെ കാണാൻ വേണ്ടി. ആനച്ചന്തം എന്ന് പറഞ്ഞ വലിയൊരു ചന്തം എന്നൊരു രീതിയിലാണ്, ഭയങ്കര ആന ഭംഗി എന്നൊരു രീതിയിലാണ് നമ്മൾ ആനച്ചന്തം എന്ന് പറയുന്നത്. അപ്പോ ഒരു കൊമ്പന്റെ ഒരു കൊമ്പന്റെ ചന്തമാണ്, അല്ലെങ്കിൽ ആനച്ചന്തമാണ് ആരെ കാണാൻ? നമ്മുടെ ലാലേട്ടനെ കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ KSRTCയും എങ്ങനെയാണ്? ആലവണ്ടി എന്നാണല്ലേ, നല്ല പ്രൗഢിയാണ് രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട്. സോ KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? അത് നമ്മുടെ ലാലേട്ടനാണ്. അല്ലെങ്കിൽ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി, സവാരി ഗിരിഗിരി എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? അത് നമ്മുടെ ലാലേട്ടനാണ്. KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ ലെഫ്റ്റനന്റ് കേണൽ പദവിയും വഹിക്കുന്ന നടനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത്. പത്മശ്രീ 2001 ലാലേട്ടന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2019 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനും അർഹനായിട്ടുള്ളത് ആരാണ്? 2025 നൽകിയത്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ആർക്ക് നേടിയിട്ടുള്ളത്? അതും നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട നടനായിട്ടുള്ള ലാലേട്ടനാണ് സമ്മാനിച്ചിട്ടുള്ളത് അല്ലെ, രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അപ്പൊ KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ നല്ലൊരു പൊസിഷൻ വഹിക്കുന്ന വ്യക്തിയാണ്, ലെഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന വ്യക്തിയാണ്. പത്മശ്രീയും പത്മഭൂഷണും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ഒക്കെ എന്താണ് നേടിയിട്ടുള്ള അതുല്യ നടനാണ് നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ച് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാ നിൽക്കുന്നത് കുറച്ച് സുന്ദരികളാണ് അല്ലെ. എന്റെ ബാക്കിൽ പിക്ചർ നിങ്ങൾ കാണുന്നത് എന്താണ്? കുറച്ച് സുന്ദരികളാണ് ഈ നിൽക്കുന്നത്. ഈ സുന്ദരികൾ എന്താണ്? വെയിലേറ്റാലും അല്ലെങ്കിൽ വേനലിലും സ്വല്പം പോലും സൗന്ദര്യം കുറഞ്ഞു പോകാത്ത സുന്ദരികളാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എത്ര വേനലാണെങ്കിലും എന്താണ്, സ്വല്പം പോലും സൗന്ദര്യം കുറഞ്ഞു പോകാത്ത വനിതകളാണ് എന്തെന്ന് പറയുന്നത്? ഈ വനിതകൾ എന്ന് പറയുന്നത്. ഈ വനിതകൾ എവിടുന്നാണെന്നറിയോ? അത് വെനസ്വേലയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ വേനലിലും സ്വല്പം പോലും സൗന്ദര്യം കുറഞ്ഞു പോകത്തില്ല വെനസ്വേലയുടെ സുന്ദരിമാർക്ക് എന്നോർത്ത് വെച്ച് കഴിഞ്ഞാൽ. ബിഗ് 4 സൗന്ദര്യ മത്സരത്തിൽ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? വെനസ്വേല എന്ന് പറയുന്നത്. ബിഗ് 4 സൗന്ദര്യ മത്സരത്തില് ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ അത് ഏതാണ്? വെനസ്വേലയാണ്. ഇവിടെ നോക്കിക്കോ, മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ്, മിസ് ഇന്റർനാഷണൽ, മിസ് എർത്ത് എന്നിവയാണ് ബിഗ് 4 എന്നറിയപ്പെടുന്ന പ്രധാന സൗന്ദര്യ മത്സരങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ബിഗ് 4 സൗന്ദര്യ മത്സരങ്ങൾ എന്നറിയപ്പെടുന്നത്? അതിൻ്റെ അകത്ത് മിസ് യൂണിവേഴ്സ് വരുന്നുണ്ട്, മിസ് വേൾഡ് വരുന്നുണ്ട്, മിസ് ഇന്റർനാഷണൽ വരുന്നുണ്ട്, മിസ് എർത്ത് വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയാണ് എന്തറിയപ്പെടുന്നത്? ബിഗ് 4 എന്നറിയപ്പെടുന്ന സൗന്ദര്യ മത്സരം അല്ലെ, സൗന്ദര്യ മത്സരം. ഇതിൽ ഏറ്റവും കൂടുതൽ അധികം കിരീടങ്ങൾ നേടിയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് വെനസ്വേലയാണ്. ബിഗ് 4 സൗന്ദര്യ മത്സരങ്ങളിൽ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യമാണ് വെനസ്വേല എന്ന് പറയുന്നത്. അപ്പൊ വേനലിലും സ്വല്പം പോലും സൗന്ദര്യം പോകാത്തവരാണ് വെനസ്വേലൻ സുന്ദരികൾ എന്ന് പറയുന്നത്. വെനസ്വേലയാണെന്ന് ഓർത്തു വെച്ചേക്കാം. നമുക്ക് ഈ വെനസ്വേലയെ ചെക്കിട്ട് വെക്കണ്ടേ? ചെക്കിട്ട് വെക്കണം. കാരണം എന്താണ്? ഈ അടുത്ത് വെനസ്വേല ചർച്ചാ വിഷയമാകുന്നുണ്ട്. വെനസ്വേല എന്ന് പറയുന്നത് ഇടക്കിടക്ക് കറണ്ട് അഫേഴ്സിൽ കയറി വരുന്നുണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന സ്ഥലങ്ങളും ഇടക്കിടക്ക് വരുന്ന കാര്യങ്ങളെയും നമ്മൾ പൊതുവെ ചെക്കിട്ട് വെച്ചേക്കാറുണ്ട്. ചെക്ക് ബുക്ക് എടുത്തോളുക. അവിടെ എന്താണ്? ഒന്ന് ചെക്കിട്ട് വെച്ചേക്കുക. നമ്മുടെ വെനസ്വേലയെ ഒന്ന് ചെക്കിട്ട് വെച്ചേക്ക, ആവശ്യം വരും. ഓക്കെ, അടുത്തതിലേക്ക് പോകാം നമുക്ക്. അടുത്തതിലേക്ക് നമ്മൾ വന്നു. അടുത്തത് നമ്മൾ PT ഉഷയിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ആ ഫോട്ടോ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട PT ഉഷയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ PT ഉഷയെ കുറിച്ച് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്നറിയോ? നമ്മൾ പറഞ്ഞു 2030 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? അത് നമ്മുടെ ഇന്ത്യയിലാണ് അല്ലെ. അഹമ്മദാബാദിന് കുറച്ച് അഹമ്മദി കൂടും എന്ന് പറഞ്ഞില്ലേ നമ്മള്? എന്തുകൊണ്ടാ പറഞ്ഞത്? ആ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം, വെൽത്ത് ഉള്ളൊരു ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് കൊണ്ട് അഹമ്മദാബാദിന് കുറച്ച് അഹമ്മദി കൂടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പഠിച്ചു? കഴിഞ്ഞ വർഷം പഠിച്ചു, 2025 പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ 2030 നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്
എവിടെ വെച്ചാണ്? അഹമ്മദാബാദ്, ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ നടത്തിപ്പിനായിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കുന്നു. അതിന്റെ അധ്യക്ഷയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ PT ഉഷ എന്ന് പറയുന്നത്. ആ സമിതിയുടെ അധ്യക്ഷയാണ് ആരെന്ന് പറയുന്നത്? PT ഉഷ എന്ന് പറയുന്നത്. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നടത്തുന്നതിനായി രൂപീകരിക്കുന്ന പ്രത്യേക നിർവഹണ ഏജൻസിയുടെ അധ്യക്ഷയാണ് ആരെന്ന് പറയുന്നത്? PT ഉഷ എന്ന് പറയുന്നത്. നമ്മുടെ എന്താണ്? IOA, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റുമാരാണ്. അതും നമ്മുടെ PT ഉഷയാണ്. ഈ പദത്തിൽ പ്രസിഡന്റായി എത്തുന്ന ആദ്യ വനിതയാണ് PT ഉഷ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. IOA, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അല്ലെ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആ പദത്തിൽ എത്തുന്ന ആദ്യ വനിതാ പ്രസിഡന്റും അതുപോലെ തന്നെ അതിന്റെ പ്രസിഡന്റും നിലവിൽ ആരാണ്? അതും PT ഉഷയാണ് കേട്ടോ, ഓർത്തു വെച്ചേക്കണം. പിന്നെ നിലവിലെ രാജ്യസഭാ MP കൂടിയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമുക്ക് സ്ഥിരം അറിയാവുന്ന കാര്യമാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം PT ഉഷയാണ്. അവരുടെ കരിയറിലെ, PT ഉഷയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു നേട്ടത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹഡിൽസിൽ 4ാം സ്ഥാനം ലഭിച്ച വ്യക്തിയാണ്. ചിലപ്പോൾ PT ഉഷയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ നമ്മുടെ PT ഉഷയുടെ ഏറ്റവും എന്താണ് നമുക്ക് നേട്ടങ്ങളിൽ പറയാൻ നേരത്ത് ഏറ്റവും വലിയൊരു നേട്ടത്തെ കുറിച്ച് ചോദിക്കും. അവരുടെ കരിയറിലെ ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു PT ഉഷയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു നേട്ടത്തെ കുറിച്ചാണ്. ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹഡിൽസിൽ എന്താണ്? 4ാം സ്ഥാനം. ഒളിമ്പിക്സിൽ 4ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് 1984 400 മീറ്റർ ഹഡിൽസിൽ എന്താണ്? 4ാം സ്ഥാനത്തേക്ക് എത്തിയ നമ്മുടെ സ്വന്തം മലയാളിയായിട്ടുള്ള താരമാണ്, കായിക താരമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പയ്യോളി എക്സ്പ്രസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ PT ഉഷ എന്ന് പറയുന്നത് അല്ലെ. ഓർത്തു വെച്ചേക്കണം, PT ഉഷയെ പറ്റി ഓർത്തു വെച്ചേക്കണം. അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആവുന്ന വനിതയാണ്. പ്രസിഡന്റ് ആയിട്ടുള്ള നിലവിലത്തെ പ്രസിഡന്റുമാരാണ് PT ഉഷയാണ്. ഈ പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിതയും ആരാണ്? അതും നമ്മുടെ PT ഉഷയാണെന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, സെറ്റ് ആണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മളൊരു ഉപകരണത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ISROയുടെയാണ്. ആരുടെയാണ്? ISROയുടെയാണ്. അയ്യോ സാറിന്റെ ആണെന്നല്ല, ISROയുടെയാണ് കേട്ടോ. ISROയുടെയാണ് ഈ ഒരു ഉപകരണം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബഹിരാകാശത്ത് നിന്നുണ്ടല്ലോ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഓരോ 1000 സെക്കൻഡിലും എന്താണ്? ബഹിരാകാശ പൊടിപടലങ്ങൾ പതിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ ഒരു ഉപകരണമാണ് ഈ ഉപകരണം എന്ന് പറയുന്നത്. നമ്മൾ പൊടിപടലങ്ങളെ ഡസ്റ്റ് എന്ന് പറയത്തില്ലേടാ, ഇതിന്റെ പേരെന്ന് പറയുന്നത് ഡെക്സ് എന്ന് പറയുന്നതാണ്. ഇതിന്റെ പേര് എന്താണ്? ഡെക്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ പേര്. നമ്മൾ പൊടിപടലങ്ങളെ എങ്ങനെ പറയും? ഡസ്റ്റ് എന്ന് പറയും അല്ലെ. ഡസ്റ്റ് പൊടിപടലങ്ങൾ എന്ന് പറയുന്നെങ്കിൽ ഈ ഒരു ഉപകരണത്തിന്റെ പേരെന്താണ്? ഡെക്സ് എന്ന് പറയുന്നതാണ്. ഡസ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഡെക്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഉപകരണത്തിന്റെ പേരെന്ന് പറയുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓരോ 1000 സെക്കൻഡിലും എന്താണ്? ബഹിരാകാശ പൊടിപടലങ്ങൾ പതിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ഉപകരണമാണ് ഡെക്സ് എന്ന് പറയുന്നത്. ഡെക്സ്റ്റ് എക്സ്പെരിമെന്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പേര്? ഡെക്സ് എന്ന് പറയുന്നതാണ്. ഡസ്റ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നതാണ്. പൊടിപടലങ്ങളെ എങ്ങനെ നമ്മൾ പറയും? ഡസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയൂ അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഡെക്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ പേരെന്ന്, ഈ ഒരു ഉപകരണത്തിന്റെ പേരെന്ന് പറയുന്നത്. വികസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് ആണ്. ആരാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് ആണ് ഇത് വികസിപ്പിച്ചത്. ISROയുടെ PSLVയുടെ ഭാഗം കൂടിയാണ് ഡെക്സ് എന്ന് പറയുന്നത്. എന്താണ്? ഡെക്സ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഡസ്റ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഡെക്സ് എന്ന് പറയുന്നത്? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓരോ 1000 സെക്കൻഡിലും ബഹിരാകാശ പൊടിപടലങ്ങൾ പതിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ഉപകരണമാണ് ഡസ്റ്റ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഡെക്സ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ച് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തതിലേക്ക് പോകാം. നമ്മൾ തിരുവനന്തപുരംകാർക്ക് ഈ സ്ഥലം ഓർമ്മയില്ലാതിരിക്കത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. ഈ സ്ഥലം കാണുമ്പോഴേ തിരുവനന്തപുരംകാർക്ക് മനസ്സിലാകും ഇത് എവിടെയാണ്? കനകക്കുന്നാണെന്ന് മനസ്സിലാകും അല്ലെ. ഇത് എവിടെയാണ്? കനകക്കുന്നാണെന്ന് മനസ്സിലാകും. ഫോട്ടോ കണ്ടാൽ മതി, തിരുവനന്തപുരംകാർ അപ്പോഴേ എന്താണ് മനസ്സിലാക്കി കളയും ഇത് കനകക്കുന്നാണെന്ന്. കനകക്കുന്നിൽ എന്താ വരുന്നതെന്ന് അറിയോ? ഒരു ഡിജിറ്റൽ മ്യൂസിയം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. എന്തിന്റെ ഡിജിറ്റൽ മ്യൂസിയമാണ്? കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ
ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ പദ്ധതിയായിട്ട് ഡിജിറ്റൽ മ്യൂസിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? കനകക്കുന്നിലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിന്റെ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്നതിന്റെ ആദ്യ പദ്ധതി എന്നോണം തിരുവിതാംകൂറിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ പോവാണ്. ഇതിന്റെ ആദ്യ പദ്ധതി എന്നോണം ഡിജിറ്റൽ മ്യൂസിയം വരുന്നത് എവിടെയാണ്? അത് നമ്മുടെ തിരുവനന്തപുരത്തെ കനകക്കുന്നിലാണ് കേട്ടോ. കനകക്കുന്നിലാണ് എന്ത് വരുന്നത്? ഡിജിറ്റൽ മ്യൂസിയം വരുന്നത്. സംസ്ഥാന മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി, നമുക്കറിയാവുന്നതാണ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുടെ രജിസ്ട്രേഷൻ ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ, പ്രഥമ രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്ന ജാനുവരി 4 കാര്യം പഠിച്ച സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് മന്ത്രി എന്ന് പറയുന്നത്? രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അല്ലെ. രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് സംസ്ഥാന മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. അപ്പൊ കനകക്കുന്നിൽ എന്ത് വരികയാണ്? ഡിജിറ്റൽ മ്യൂസിയം വരികയാണ്. എന്തിന്റെ ഭാഗമായിട്ട്? തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരികയാണ്. ഇവിടെ കനകക്കുന്ന്, തിരുവനന്തപുരത്ത്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു തിരുവിതാംകൂറിന്റെ ചരിത്രം വിശദമായിട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യ കടമ്പ എന്നോണം ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് നമ്മുടെ കനകക്കുന്ന്, തിരുവനന്തപുരത്താണ് കേട്ടോ. കനകക്കുന്നിലാണ് എന്ത് വരുന്നത്? ഡിജിറ്റൽ മ്യൂസിയം വരുന്നത്. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമ്മൾ എന്താണ്? ഒരു ഡോക്യുമെന്ററി സിനിമയിലേക്കാണ് വരുന്നത്. കസ്തൂരിമാൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററി സിനിമ. നമുക്കൊരു സിനിമയുണ്ട് അല്ലെ, കസ്തൂരിമാൻ എന്ന് പറയുന്നത്. കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടുള്ള ഒരു സിനിമ കസ്തൂരിമാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അപ്പൊ മഹാകവി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററി സിനിമയാണ് എന്തെന്ന് പറയുന്നത്? കസ്തൂരിമാൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ഡോക്യുമെന്ററി സിനിമയാണെന്ന് ഓർത്ത് വെക്കുക. ഒരു ഷോർട്ട് ഫിലിം പോലെ ഒരു ഡോക്യുമെന്ററി സിനിമയാണ് കസ്തൂരിമാൻ എന്ന് പറയുന്നത്. മഹാകവി ആരുടെയാണ്? കുഞ്ഞിരാമൻ, പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കിയാണ്. ആരുടെയാണെന്ന് ഓർക്കണം കേട്ടോ. കസ്തൂരിമാൻ കുഞ്ഞിരാമൻ നായരുടെയാണ്. എടാ ഇങ്ങനെ ഓർത്താ മതി. നമ്മുടെ മാൻ എന്താണ്? രാമനെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു മാനിനെയാണല്ലേ ആദ്യം നമ്മുടെ രാവണൻ വിട്ടത്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. എന്തുമായിട്ട്? ഒരു കസ്തൂരിമാനാണ് വന്നു നിന്നത് സീതയെ തട്ടിക്കൊണ്ടുവന്ന സമയത്ത്. അപ്പൊ രാമനെയും മാനിനെയും തമ്മിൽ, കസ്തൂരിമാനിനെയും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. രാമൻ, കസ്തൂരിമാൻ കേട്ടോ. കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററി സിനിമയാണ് ഏതെന്ന് പറയുന്നത്? കസ്തൂരിമാൻ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ് കസ്തൂരിമാൻ കേട്ടോ. ഇനി പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്നതാണ്. കുഞ്ഞിരാമൻ അല്ലേടാ, അപ്പൊ കുഞ്ഞി കാൽപ്പാടുകളായിരിക്കും അല്ലെ. കവിയുടെ എങ്ങനെയാണ്? കുഞ്ഞിരാമനായതുകൊണ്ട് നല്ല കുഞ്ഞി കാൽപ്പാടുകളായിരിക്കും നമ്മുടെ കവിക്ക് ഉണ്ടാകുന്നത്. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്നത്. ഈ കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി പി ബാലചന്ദ്രൻ രചനയും സംവിധാനവും ചെയ്ത ഒരു ചലച്ചിത്രം കൂടിയുണ്ട്. ഇവൻ മേഘരൂപൻ എന്ന് പറയുന്നതാണ് കേട്ടോ. എന്താണ് ആ ചലച്ചിത്രത്തിന്റെ പേര്? 2012 ഇവൻ മേഘരൂപൻ എന്ന് പറയുന്നതാണ് ആ ചലച്ചിത്രത്തിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ പി കുഞ്ഞിരാമൻ നായർ ഇമ്പോർട്ടന്റ് ആണ്. പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററിയുടെ പേരാണ് കസ്തൂരിമാൻ എന്ന് പറയുന്നത്. ഇനി പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരെന്താണ്? കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്നതാണ്. ഈ പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ബാലചന്ദ്രൻ, അതായത് പി ബാലചന്ദ്രൻ രചനയും സംവിധാനവും ചെയ്ത് 2012 വന്നൊരു ചലച്ചിത്രമുണ്ട്. അതേതാണ്? ഇവൻ മേഘരൂപൻ എന്ന് പറയുന്നതാണ് ആ ചലച്ചിത്രത്തിന്റെ പേര് കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം, സെറ്റാക്കി വെച്ച് പഠിച്ചേക്കണം കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയാണെന്ന് ചോദിച്ചാൽ ഒരു വിയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനോജ് കോത്താരിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വ്യക്തിയാണ് മനോജ് കോത്താരി എന്ന് പറയുന്നത്. സോ ഒരു വിയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. 2026 ജാനുവരിയിൽ അന്തരിച്ച 1990 ലോക കിരീടം നേടിയ
മുൻ ഇന്ത്യൻ ബില്യാർഡ് താരമാണ് ആരെന്ന് പറയുന്നത്? മനോജ് കോത്താരി എന്ന് പറയുന്നത്. ബില്യാർഡ് എന്ന് പറയുമ്പോൾ ഏത് ഗെയിംസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു പച്ച വിരിപ്പ് വെച്ചിട്ട് കുറെ ബോൾ ഉണ്ടായിരിക്കും, എന്നിട്ട് ഒരു സ്നൂക്കർ കൊണ്ട് ഇടുന്ന ഒരു എന്താണ് ഗെയിമാണ് അല്ലെ. അത് ഓർത്ത് വെച്ചേക്ക. എന്താണ്? മനോജ് കോത്താരി കേട്ടോ. മനോജ് കോത്താരി ആ മേഖലയില് നല്ലൊരു കളിക്കാരനായിരുന്ന, നല്ലൊരു കായിക താരമായിരുന്ന വ്യക്തിയാണ് മനോജ് കോത്താരി എന്ന് പറയുന്നത്. 2026 ജാനുവരിയിൽ അന്തരിച്ച 1990 ലോക കിരീടം നേടിയ മുൻ ഇന്ത്യൻ ബില്യാർഡ് താരമാണ് ആരെന്ന് പറയുന്നത്? മനോജ് കോത്താരി എന്ന് പറയുന്നത്. ഓർത്തു വെച്ച് പഠിക്കണം. മനോജ് കോത്താരി. വിയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ ക്യൂ സ്പോർട്സിന്റെ ചീഫ് കോച്ച് ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ക്യൂ സ്പോർട്സിന്റെ ചീഫ് കോച്ച് ആയിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻ ചന്ദ് പുരസ്കാരം എന്ന് ലഭിച്ചു? 2005 ലഭിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാൽ 2005 മനോജ് കോത്താരിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ധ്യാൻ ചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻ ചന്ദ് പുരസ്കാരം 2005 ആർക്ക്? മനോജ് കോത്താരിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മകൻ സൗരവ് കോത്താരിയാണ് ലോക ബില്യാർഡ് ജേതാവ് എന്ന് പറയുന്നത് കേട്ടോ. ലോക ബില്യാർഡ് ജേതാവ് എന്ന് പറയുന്നത് ആരാണ്? ഇദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സൗരവ് കോത്താരിയാണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കണം. ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ മകനും അച്ഛനും എന്താണ്? ഈ മേഖലയിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിയാണ്. മനോജ് കോത്താരിയുടെ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണെങ്കിൽ നമുക്കിനി എന്തിലേക്ക് പോകാം? നമ്മുടെ ആവാഹനത്തിലേക്ക് പോകാം അല്ലെ. നമ്മുടെ ക്വിക്ക് റിവിഷൻ, നമ്മുടെ ആവാഹനത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി ഓർമ്മയിലേക്ക് സെറ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ആവാഹന പ്രക്രിയ വേണം. അപ്പൊ നമ്മൾ ആവാഹനത്തിലേക്ക് കടക്കുകയാണ്. ഒന്നുകൂടി പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെക്കാം. നമ്മുടെ നാദസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിന് എന്താണ്? ഹരിവരാസന പുരസ്കാരം. 2026 ഹരിവരാസന പുരസ്കാരം നേടിയിരിക്കുകയാണ് തിരുവിഴ ജയശങ്കറിനാണ് ലഭിച്ചിട്ടുള്ളത്. 2025 ആർക്കാണ് ലഭിച്ചത്? 2025 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2024 വീരമണിദാസിനാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കുമാണ് എന്ത് ലഭിച്ചത്? നമ്മുടെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓർത്തു വെച്ച് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസന പുരസ്കാരം. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് വെച്ച് എന്താണ്? ഈ പുരസ്കാരം സമ്മാനിക്കുന്നതാണ് എന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആന്റണി രാജുവിലേക്കാണ് നമ്മൾ വന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമായിട്ടുള്ള വ്യക്തിയാണ് ആന്റണി രാജു എന്ന് പറയുന്നത്. തൊണ്ടി മുതലിൽ ഏണി പിടിച്ച ആന്റണി രാജു എങ്ങോട്ട് പോയെന്ന് നമ്മൾ പറഞ്ഞു? നമ്മുടെ ജയിലിൽ പോയി എന്ന് പറഞ്ഞു. ആന്റണി രാജു ജയിലിൽ പോയി. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലമാണ്. 2013 സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. MLAയോ MP യോ 2 വർഷമോ അതിലധികമാകുന്ന നാളുകളിലോ എന്താണ്? ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്താണ്? അയോഗ്യനാവും എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുകളിൽ ചുമത്തിയ കുറ്റം എന്താണ്? അദ്ദേഹത്തിന് ഏണിയായത് എന്താണ്? നീതിന്യായ വ്യവസ്ഥയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് തെളിവായിട്ടുള്ള തൊണ്ടി മുതൽ മാറ്റി അട്ടിമറിച്ചുകൊണ്ട് കുറ്റവാളിക്ക് സാഹചര്യം ഒരുക്കി കൊടുത്തു അല്ലെ, അനുകൂല സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ള കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. സോ അതിന്റെ പേരിൽ എന്താണ്? 3 വർഷത്തേക്ക് തടവും 10,000 രൂപ പിഴയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ജയിലിൽ നിന്നിറങ്ങിയാലും ഇലക്ഷൻ ഒന്നും പുള്ളിക്ക് മത്സരിക്കാൻ എന്താണ്? ഒരു നിർവാഹവും ഉണ്ടാവത്തില്ല കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ അരുന്ധതി റോയിലേക്കാണ് വരുന്നത്. നമുക്കറിയാം ആദ്യമായിട്ട് ബുക്കർ സമ്മാനം ലഭിക്കുന്ന ഇന്ത്യൻ വനിതാ എഴുത്തുകാരിയാണ് ആരെന്ന് പറയുന്നത്? അരുന്ധതി റോയ് എന്ന് പറയുന്നത്. അരുന്ധതി റോയ്ക്ക് എന്ത് ലഭിച്ചു? മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരിയായിട്ടുള്ള അരുന്ധതി റോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ബുക്കർ സമ്മാനം അർഹനായത് എപ്പോഴാണ്? ബുക്കർ സമ്മാനത്തിന് അർഹയായത് 1997 ഏതാണ് കൃതി എന്ന് പറയുന്നത്? ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന കൃതിയിലൂടെയാണ് ബുക്കർ സമ്മാനം. ആദ്യ ഇന്ത്യൻ വനിതാ എഴുത്തുകാരിയാണ് ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. ഓർത്തു വെച്ചേക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് നമ്മളൊരു ക്യാമ്പയിനിലേക്കാണ് വന്നത്. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നത്. പുതിയതായി 10 ലക്ഷം പേരെ വ്യായാമത്തിലേക്ക് കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ പുതിയ ക്യാമ്പയിന്റെ പേരാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന് പറയുന്നതാണെങ്കിൽ അടുത്തതിലേക്ക് വരാൻ നമുക്ക്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കാമ്യ കാർത്തികേയനിലേക്കാണ് നമ്മൾ വരുന്നത്. ആരിലേക്കാണ്?
കാമ്യ കാർത്തികേയനിലേക്കാണ് നമ്മൾ വരുന്നത്. കാമ്യ കാർത്തികേയനെ കുറിച്ച് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നമ്മുടെ കാമ്യ കാർത്തികേയന് നമ്മുടെ ദക്ഷിണ ധ്രുവത്തിലെ സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് അല്ലെ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. കൂടാതെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും വലിയ കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടവും ആർക്കാണ്? കാമ്യ കാർത്തികേയനാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ഇന്ത്യക്കാരി, ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായിട്ടുള്ള വനിതയും ആരാണ്? അതും കാമ്യ കാർത്തികേയനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രായമുള്ള, അതായത് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായമുള്ള ഇന്ത്യക്കാരിയായിട്ടുള്ള വനിതയാണ് ആരെന്ന് പറയുന്നത്? ജ്യോതിരാത്രേ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പ്രായമൊന്നും നോക്കാതെ, പ്രായം കൂടുതലാണ് പക്ഷെ ആ പ്രായം ഒന്നും നോക്കാതെ ജ്യോതി കാണാൻ രാത്രിയിൽ പോയതാണ്. ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലേ. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടി ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? ജ്യോതിരാത്രേ എന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ എന്താണ്? പുലികളാണ് കേട്ടോ. ഇവരൊക്കെ എവറസ്റ്റ് ഒക്കെ കീഴടക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോടാ? ഇവരൊക്കെ എന്താണ്? പുലികളാണ് അല്ലെ. എവറസ്റ്റ് കീഴടക്കി ആദ്യ മലയാളി വനിത ആരാണ്? അത് സഫ്രീന ലത്തീഫ് ആണ്. ഒരു ലാത്തി കൈ പിടിച്ചുകൊണ്ടാണ് കീഴടക്കിയെന്ന് നമ്മൾ പറഞ്ഞു. സഫ്രീന ലത്തീഫ് ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്തത് നമ്മുടെ ലാലേട്ടന്റെ സവാരി ഗിരിഗിരി നിങ്ങൾ ഓർത്ത് വെക്കണം. മോഹൻലാൽ ആണ് എന്തെന്ന് പറയുന്നത്? KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. പിന്നീട് നമ്മൾ സുന്ദരികളിലേക്കാണ് വന്നത്. ബിഗ് 4 സൗന്ദര്യ മത്സരത്തിൽ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യം എന്ന് പറയുന്നത് വെനസ്വേലയാണ് അല്ലെ. വേനലിലും സ്വല്പം പോലും സൗന്ദര്യം പോകാത്തവരാണ് വെനസ്വേല. സുന്ദരികൾ എന്ന് പറയുന്നത് ബിഗ് 4 സൗന്ദര്യ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയിട്ടുള്ള രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? വെനസ്വേല എന്ന് പറയുന്നത്. മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ്, മിസ് ഇന്റർനാഷണൽ, മിസ് എർത്ത് എന്നിവയാണ് ഈ എന്താണ് ബിഗ് 4 എന്ന് പറയുന്ന സൗന്ദര്യ മത്സരങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ഏറ്റവും അധികം കിരീടങ്ങൾ നേടിയ രാജ്യം ഏതാണ്? അത് വെനസ്വേലയാണ്. അടുത്തത് നമ്മൾ PT ഉഷയിലേക്കാണ് വന്നത്. 2030 നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഗെയിംസിനെ നടത്തിപ്പിനായി രൂപീകരിക്കുന്ന പ്രത്യേക നിർവഹണ ഏജൻസി ഉണ്ട്. ഇതിന്റെ അധ്യക്ഷയായി ചുമതലയേൽക്കുന്നത് ആരാണ്? അത് നമ്മുടെ PT ഉഷയാണ് അല്ലെ. ഇതിന്റെ അധ്യക്ഷയായി ചുമതലയേൽക്കുന്നത് ആരാണ്? PT ഉഷയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ നമ്മളൊരു ഉപകരണത്തിലേക്കാണ് വന്നത്. നമ്മുടെ പൊടിപടലങ്ങൾ അല്ലെ. നമ്മുടെ അന്തരീക്ഷത്തില്, നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ബഹിരാകാശത്ത് നിന്ന് ഓരോ 1000 സെക്കൻഡിലും എന്താണ് പൊടിപടലങ്ങൾ പതിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഡെക്സ് എന്ന് പറയുന്നത്. ഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെക്സ് എന്ന് പറയുന്നതാണ്. ഡസ്റ്റ് എക്സ്പെരിമെന്റ് എന്നാണ് അല്ലെ. ഇതിന്റെ ഫുൾ ഫോം എന്താണ്? ഡസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് ഡെക്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് ആണ് ഇത് വികസിപ്പിച്ചത്. ദൗത്യം എന്താണ്? ISROയുടെ PSLV ദൗത്യത്തിന്റെ ഭാഗമാണ് ഈ ഡെക്സ് എന്ന് പറയുന്നത്. ISROയുടെ PSLV ദൗത്യത്തിന്റെ ഭാഗം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ഡെക്സ് എന്ന് പറയുന്നതെന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. അടുത്തത് നമ്മൾ കനകക്കുന്നിലേക്ക് വന്നു. തിരുവനന്തപുരംകാരുടെ സ്വന്തം കനകക്കുന്നിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കനകക്കുന്നിൽ ഒരു ഡിജിറ്റൽ മ്യൂസിയം വരാൻ പോവുകയാണെന്ന് നമ്മൾ പറഞ്ഞു. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ പദ്ധതിയായിട്ട് ഡിജിറ്റൽ മ്യൂസിയം നിർമ്മിക്കാൻ പോകുന്നത് എവിടെയാണ്? കനകക്കുന്നിലാണ്. സംസ്ഥാന മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ആരാണ്? അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കണം. അടുത്തതിലേക്ക് നമുക്ക് വരാം. മഹാകവി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററി സിനിമയാണ് ഏതെന്ന് പറയുന്നത്? കസ്തൂരിമാൻ എന്ന് പറയുന്നത്. ഏതാണ്? കസ്തൂരിമാൻ എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്കണം. P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയായ കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി P ബാലചന്ദ്രൻ രചനാ സംവിധാനവും ചെയ്ത ചലച്ചിത്രം ഏതാണ്? ഇവൻ മേഘരൂപൻ എന്ന് പറയുന്നതാണ്. രണ്ടും ഓർത്തു വെച്ചേക്കണം കേട്ടോ. P കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് കസ്തൂരിമാൻ എന്ന് പറയുന്നതെങ്കിൽ P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാണ്? കവിയുടെ കാൽപ്പാടുകളാണ്. ഇതിനെ കേന്ദ്രമാക്കിക്കൊണ്ട്, ഈ പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് P ബാലചന്ദ്രൻ രചനയും സംവിധാനവും ചെയ്ത ചിത്രമാണ് 2012 വന്ന ചിത്രമാണ് ഇവൻ മേഘരൂപൻ എന്ന് പറയുന്നതെന്ന് കൂടി ഓർത്തു വെച്ചേക്കണം. പിന്നെ നമ്മൾ പഠിച്ചത് മറ്റൊരു വിയോഗത്തിലേക്കാണ് നമ്മൾ വന്നത്. വിയോഗം ഏതാണ്? 2026 ജാനുവരിയിൽ അല്ലെ. ജാനുവരിയിൽ അന്തരിച്ച 1990 ലോക കിരീടം നേടിയ മുൻ ഇന്ത്യൻ ബില്യാർഡ് താരമാണ് ആരെന്ന് പറയുന്നത്? മനോജ് കോത്താരി എന്ന് പറയുന്നത്. അദ്ദേഹം 2026 ജാനുവരിയിലാണ് അന്തരിക്കുന്നത്. സോ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. 1990 ലോക കിരീടം നേടിയ മുൻ ഇന്ത്യൻ ബില്യാർഡ് താരമാണ് ആരെന്ന് പറയുന്നത്? ബില്യാർഡ് താരമാണ് മനോജ് കോത്താരി എന്ന് പറയുന്നത്. ഇന്ത്യൻ ക്യൂ സ്പോർട്സ് ചീഫ് കോച്ച് ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. കായിക രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ധ്യാൻ ചന്ദ് പുരസ്കാരം 2005
മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സൗരവ് കോത്താരി എന്താണ്, സൗരവ് കോത്താരി എന്ന് പറയുന്നത് ലോക ബില്യാർഡ് ജേതാവാണെന്ന് കൂടി ഓർത്തു വെച്ച് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്താണ്, കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കുറച്ചധികം പ്രധാനപ്പെട്ട വസ്തുതകൾ ഇന്നുണ്ടായിരുന്നു. ആ പ്രധാനപ്പെട്ട വസ്തുതകളെയൊക്കെ എന്താണ് ചെക്കിട്ട് വെച്ചേക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്കിട്ട് വെച്ച് നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എന്താണ് നമ്മൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ഉഷാറായിട്ട് പഠിക്കണം. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്നത്തെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. 40 വർഷത്തോളം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്ന അടുത്തിടെ ഡീകമ്മീഷൻ ചെയ്ത മുങ്ങിക്കപ്പൽ ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടും അപ്പൊ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടും ഏത് പ്രതിസന്ധി വന്നാലും എന്താണ് കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും നിങ്ങൾ കാണുക. ലൈവ് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതുപോലെയുള്ള റെക്കോർഡുകൾ എന്താണ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഒരു ദിവസം പോലും ഞാൻ മിസ്സാക്കത്തില്ല. ഒരു ദിവസം പോലും നിങ്ങൾ എന്താണ് ലൈവ് കണ്ടില്ലെങ്കിലും ഞാൻ റെക്കോർഡെങ്കിലും കാണും എന്ന് പറയുന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങളുടെ അടുത്ത എക്സാമിനുള്ള ഓരോ മാർക്കുകളാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ വളരെ ആക്റ്റീവായി പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ 10:30 നമ്മുടെ സ്ഥിരം ലൈവിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ.